ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പ്രോബബിലിറ്റിയുടെ മൂന്നാമത്തെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓർ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓൺ പ്രോബബിലിറ്റി ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ഈവൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിളിലൂടെ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഒരു ബോക്സിൽ സപ്പോസ് 6 റെഡ് ബോൾസ് 4 ബ്ലൂ ബോൾസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 6 റെഡ് ബോൾസും 4 ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾസ്. ഇനി നമ്മൾ ഇതിൽ നിന്നും 2 ബോൾസ് സെലക്ട് ചെയ്യാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, 1/1 വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, 2 ബോൾസ് എടുക്കുന്നുണ്ട് 1/1 വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ബോൾ എടുക്കും, അതിലേക്ക് തിരിച്ചു വെക്കും, എന്നിട്ട് രണ്ടാമതൊരു ബോൾ എടുക്കും. ഓക്കെ, ആദ്യം ഒരു ബോൾ എടുത്ത് അതിൻ്റെ കളർ നോട്ട് ചെയ്യും. ആദ്യം ഒന്നാണ് എടുത്തത് കേട്ടോ. ആദ്യം ഒരു ബോൾ എടുത്തു, തിരിച്ചു വെച്ചു, വീണ്ടും രണ്ടാമതൊരു ബോൾ എടുത്തു. അപ്പോൾ 2 ബോൾ എടുക്കുന്നത് 1/1 വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ്. ഞാൻ ചോദിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബോൾ റെഡ് ആൻഡ് റെഡ്. ഇപ്പോൾ റെഡ് ആൻഡ് റെഡ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, റെഡ് ആൻഡ് റെഡ്. ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ എങ്ങനെയായിരിക്കും ആൻസർ വരിക. ആദ്യം പ്രോബബിലിറ്റി ഓഫ് റെഡ് എഴുതും അല്ലേ. പ്രോബബിലിറ്റി ഓഫ് റെഡ്, ഫസ്റ്റ് ബോൾ റെഡ് വരാനുള്ള പ്രോബബിലിറ്റി നമുക്കറിയാം. ആകെ 6 റെഡാണുള്ളത്, ടോട്ടൽ 10 ബോൾസ്. ഇപ്പോൾ 6/10 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ബോൾ റെഡ് വരാനുള്ള പ്രോബബിലിറ്റി 6/10. നോക്കൂ നിങ്ങൾ, ഈ ഫസ്റ്റ് ബോൾ നമ്മൾ നോക്കി കളർ നോട്ട് ചെയ്തതിന് ശേഷം ഈ ബോക്സിലേക്ക് തന്നെ തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ് ഇപ്പോൾ പഴയ അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. വീണ്ടും രണ്ടാമത്തെ ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ 6 റെഡ് ബോൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും രണ്ടാമത്തെ റെഡ് വരാനുള്ള പ്രോബബിലിറ്റി വീണ്ടും 6/10 എന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കൂ, നമ്മൾ ഈ ബോൾ റീപ്ലേസ് ചെയ്തത് കൊണ്ട് ഈ ബോക്സ് പഴയ സിറ്റുവേഷനിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ എടുക്കുന്ന ഈ ബോളിൻ്റെ പ്രോബബിലിറ്റി ഒരിക്കലും ഒന്നാമത്തെ പ്രോബബിലിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇതിനെ ആശ്രയിച്ച് ഇരിക്കില്ല. ഓക്കെ, ഇതുമായി തികച്ചും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത്തരം ഈവൻസിന് പറയുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്. ഞാൻ ഒരു എക്സാമ്പിൾ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് റെഡ് ആൻഡ് ബ്ലൂ ചോദിച്ചെന്ന് ചോദിച്ചു, റെഡ് ആൻഡ് ബ്ലൂ. അപ്പോൾ നമ്മൾ ആദ്യം പ്രോബബിലിറ്റി ഓഫ് റെഡ് നോക്കൂ 6 റെഡ് ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ 10, 6/10 ഇൻറ്റു നോക്കൂ ആ ബോൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് പഴയ സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ ബോൾ ബ്ലൂ വരാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ബ്ലാക്ക് വരാനുള്ള പ്രോബബിലിറ്റി 4 ബ്ലാക്ക് ഉണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ വീണ്ടും 10 ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം സംഭവിച്ചത് ഒരിക്കലും ഈ രണ്ടാമത്തെ പ്രോബബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഈവൻസ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് 1 വിൽ നോട്ട് അഫക്ട് ദി ഒക്കറൻസ് ഓഫ് ദി അതർ. അതായത് ഒന്നിന് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി മറ്റൊന്നിന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്. അതേസമയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആയിരുന്നു. ഇത് റീപ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്കറിയാം, ഒരു ബോൾ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് അതിന് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഇവിടെ അതെന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ റൂളുമായിട്ട് ഇതിനെങ്ങനെ കണക്ട് ചെയ്യാം. നമ്മൾ പഠിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി, എ ഓൾറെഡി ഹാപ്പൻ ഇങ്ങനെ എഴുതിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ പറയുന്നത് രണ്ടാമത്തത് പ്രോബബിലിറ്റി എഴുതുമ്പോൾ അത് ഒന്നാമത്തതിന് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു ആദ്യം എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും രണ്ടാമത്തതിൻ്റെ പ്രോബബിലിറ്റി പി ഓഫ് ബി തന്നെ ആയിരിക്കും. ആദ്യം സംഭവിച്ചത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ആദ്യം ഇവിടെ ഇത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും രണ്ടാമത്തതിൻ്റെ പ്രോബബിലിറ്റി ഒരിക്കലും ഒന്നാമത്തതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ചെയ്തത് കൊണ്ട് തന്നെ ഈ ബോക്സ് പഴയ സിറ്റുവേഷനാണ്, സെയിം അവസ്ഥയാണ്. അതുകൊണ്ട് രണ്ടാമത്തതിൻ്റെ പ്രോബബിലിറ്റി ഒരിക്കലും ഒന്നാമത്തതിൻ്റെ പ്രോബബിലിറ്റിയുമായിട്ട് ഒക്കറൻസുമായിട്ട് ഒരിക്കലും ഒരു ബന്ധവുമില്ല. ഇൻഡിപെൻഡൻ്റ് ആണ്, തികച്ചും ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനത്തെ കേസിൽ നമുക്കറിയാം ഈ ഒരു ബാർ B(a) എന്ന് എഴുതേണ്ട ആവശ്യമില്ല, P of B എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ 2 ഈവൻസ് ഇൻഡിപെൻഡൻ്റ് ആവുകയാണെങ്കിൽ P of A ഇൻ്റർസെക്ഷൻ B ചെയ്താൽ ആൻസർ എന്തായിരിക്കും, P of A ഇൻറ്റു P of B ആയിരിക്കും. ഇതാണ് ഇൻഡിപെൻഡൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു റിസൾട്ട്.
അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, ഈ ടു ഈവൻസ് ആർ സെറ്റ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ദി പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് വൺ വിൽ നോട്ട് അഫക്റ്റ് ദി ഒക്കറൻസ് ഓഫ് ദി അതർ. ഒന്നൊന്നിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യില്ല. ആ ഒരു കേസിൽ നമ്മൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടാൽ ആൻസർ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ഇപ്പോൾ ടു ഈവൻസ് ആർ സെറ്റ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഇഫ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഈ ഒരു റിസൾട്ടാണ് നമുക്ക് ഈ സെഷനിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ. ആദ്യം ഹെഡിങ് എഴുതുന്നു, ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്. അതിന് ശേഷം നിങ്ങൾ ഈ ഡെഫിനിഷൻ വൃത്തിയായിട്ട് എഴുതി വെക്കുക. ടു ഈവൻസ് ആർ സെറ്റ് ടു ബി ഇൻഡിപെൻഡൻറ്റ് if the probability of occurrence of one will not affect the occurrence of the other. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് എങ്ങനെ പറയാം? യെസ്, ടു ഈവൻസ് എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഇഫ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് പി. ഈ ഒരു റിസൾട്ട് കൃത്യമായിട്ട് നിങ്ങൾ ബോക്സിലാക്കി വെക്കണം. ഇതിപ്പോൾ തന്നെ അങ്ങ് ബൈഹാർട്ട് പഠിച്ചോളൂ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. രണ്ട് ഈവൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ ഒരു റിസൾട്ട് ഹോൾഡ് ചെയ്യും. ഓക്കെ, ശരി. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവുമായിട്ട് ഇതിനൊരിക്കലും നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ് നമ്മൾ പഠിച്ചിരുന്നു. എന്താ മ്യൂച്വലി എക്സ്ക്ലൂസീവ്? എ ഇൻ്റർസെക്ഷൻ ബി 5 എന്നാൽ അതിന് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയും. അത് ഈവൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇൻഡിപെൻഡൻസ് നിൽക്കുന്നത് പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട റിസൾട്ടാണ്. മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഇൻഡിപെൻഡൻ്റ് അല്ല എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. അതൊരു നോട്ടായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് കനോട്ട് ബി ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള ചെറിയൊരു പോയിന്റ് നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വെക്കണം. ഇനി നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലംസും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, പി ഓഫ് എ 3/5, പി ഓഫ് ബി 1/5, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്. ഉണ്ടോ, എയും ബിയും ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് എഴുതാം? യെസ്, വി ക്യാൻ റൈറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്ക് എങ്ങനെ എഴുതാം? ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഇതാണ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആൻസർ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് പി ഓഫ് എ? ഇറ്റ് ഈസ് ഗിവൺ 3/5 എന്ന് തന്നിട്ടുണ്ട്, ഇൻറ്റു പി ഓഫ് ബി 1/5. ആൻസർ ഫിനിഷ്ഡ് അല്ലേ? 3/25 എന്ന് നമുക്ക് എഴുതിയിട്ട് ആൻസർ ഇവിടെ ഫിനിഷ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുകയുള്ളൂ. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെ എഴുതണം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബാർ എ എന്ന് എഴുതണം. മൾട്ടിപ്ലിക്കേഷൻ റൂളിലാണ് എഴുതേണ്ടത്. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പി ഓഫ് എ ആൻഡ് ബി, പി ഓഫ് ഫസ്റ്റ് ഇൻറ്റു പി ഓഫ് സെക്കൻഡ് എന്ന് എഴുതണമെങ്കിൽ അത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് എന്നുള്ള കണ്ടീഷൻ തന്നിരിക്കണം. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ റൂൾ പ്രകാരമാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡൈ ഈസ് ത്രോൺ, ലെറ്റ് ഇ ബി ദ ഇവൻറ്റ്, ദ നമ്പർ അപ്പിയറിംഗ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, എഫ് ബി ദ ഇവൻറ്റ്, ദ നമ്പർ അപ്പിയറിംഗ് ഈസ് E1, ചെക്ക് വെദർ ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻറ്റ് എന്നാണ്. നോക്കൂ, നിങ്ങൾ ആദ്യം നമുക്കൊരു ഡൈ എറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാമ്പിൾ സ്പേസ് ഒന്ന് പരിശോധിക്കാം അല്ലേ? എന്താ സാമ്പിൾ സ്പേസ്? നമുക്കറിയാലോ, ഒരു ഡൈ ആണ് എറിഞ്ഞിരിക്കുന്നത്. സാമ്പിൾ സ്പേസ് ഈസ് 1, 2, 3, 4, 5, 6. ശരിയല്ലേ? ഇനി രണ്ട് ഈവൻസ് ആണ്. ഇ എന്ന് പറഞ്ഞാൽ നമ്പർ അപ്പിയറിംഗ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. സോ വാട്ട് ഈസ് ഇ? ഞാൻ ഇ ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. വാട്ട് ഈസ് ഇ? ഇ ഈസ് ഈക്വൽ ടു നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ഏതൊക്കെയാണ് ആൻസർ? 3 and 6. ശരിയല്ലേ? ഇ ഈസ് ഈക്വൽ ടു 3,6. വളരെ കൃത്യമായിട്ട് എഴുതണം. വാട്ട് ഈസ് എഫ്? എഫ് ഈസ് ഓൾസോ ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. എഫ് ബി ദ ഇവൻറ്റ്, നമ്പർ അപ്പിയറിംഗ് ഈസ് E1. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? 2, 4, 6. യെസ്, 2, 4, 6. ശരിയല്ലേ? ഇനി നമുക്ക് ഇൻഡിപെൻഡൻറ്റ് നോക്കാൻ നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ എഫ് ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഈ ഇൻ്റർസെക്ഷൻ എഫ് ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കാണ്. വാട്ട് ഈസ് ഈ ഇൻ്റർസെക്ഷൻ എഫ്? കോമൺ ആയിട്ടുള്ളത് അല്ലേ? കോമൺ. ഇവിടെ ഏതാ കോമൺ ആയിട്ടുള്ളത്? 6. ഇൻ്റർസെക്ഷൻ നമുക്കറിയാലോ, കോമൺ എലമെൻറ്റ്സ് ആണ്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി, ആ ഇക്വേഷൻ ശരിയാണോ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം പ്രോബബിലിറ്റി ഓഫ് ഇ എഴുതാണ്. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇ? നോക്കൂ നിങ്ങൾ, ഇയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എലമെൻറ്റ്സ്. എസ്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റ്സ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ഇ അല്ലേ? 2/6 എന്നാണ്. എല്ലാവർക്കും അറിയാം ഇയിൽ 2 എലമെൻറ്റ്സ്, എസ്സിൽ 6 എലമെൻറ്റ്സ്. അപ്പോൾ 2/6 ആണ്. അപ്പോൾ ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എഫ് എഴുതുന്നു.
പ്രോബബിലിറ്റി ഓഫ് എഫ് എന്താ നോക്കൂ, എഫിൽ 1 2 3, അപ്പം ടോട്ടൽ 6 ആണ്, 3/6 ആണ്. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ റെഡിയായി, പ്രോബബിലിറ്റി ഓഫ് എഫ് റെഡിയായി. ഇനി വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്? യെസ്, പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ചെയ്യുന്നു. നമുക്കറിയാം ഈ ഇൻ്റർസെക്ഷൻ എഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ, ഇതാണ് ഈ ഇൻ്റർസെക്ഷൻ എഫ്, അതിൽ 1 എലമെൻ്റ് ആണുള്ളത്. സോ ദ ആൻസർ ഈസ് 1/6 അല്ലേ. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ ആൻസർ 1/6. ഇനി നമ്മൾ പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. വാട്ട് ഈസ് പി ഓഫ് ഇ? ഇത് അവിടെ ഉണ്ടല്ലോ, 2/6 ഇൻറ്റു പി ഓഫ് എഫ് 3/6. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും ആൻസർ? ഇത് 2 × 3 6. ഈ ഒരു 6ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൻസർ 1/6 എന്ന് തന്നെ ആൻസർ കിട്ടും. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ ആൻസർ 1/6 എന്ന് കിട്ടി. ഇത് ഉപയോഗിച്ച് 1/6 കിട്ടി. അതേസമയം നമ്മൾ സെപ്പറേറ്റ് ചെയ്തു, പി ഓഫ് ഫസ്റ്റ് ഇൻറ്റു പി ഓഫ് സെക്കൻഡ് ചെയ്തപ്പോൾ ആൻസർ 1/6 കിട്ടി. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു യെസ് ഫ്രം 1 and 2 എന്ന് പറഞ്ഞ് നമ്മൾ ആൻസർ എഴുതുന്നു. ഫ്രം 1 and 2 പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ ആൻസർ എന്താ കിട്ടിയിരിക്കുന്നത്? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. അപ്പോൾ ഇത് എന്തിൻ്റെ ഡെഫിനിഷനാണ്? എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി സെപ്പറേറ്റ് പ്രോബബിലിറ്റി ആണെങ്കിൽ therefore we can say E and F are yes independent എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എയും ബി ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇപ്പോൾ ഇയും എഫും ആയതുകൊണ്ട് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. 3 coins are tossed simultaneously. Consider the events. 3 heads or 3 tails. At least 2 heads. Check the independence of A and B. ഇപ്പോൾ 3 കോയിൻസ് എറിഞ്ഞപ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണ് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് സാമ്പിൾ സ്പേസ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എച്ച് എച്ച് എച്ച്. 3 കോയിൻസ് എഴുതുമ്പോൾ ഇതാണ് സാമ്പിൾ സ്പേസ്. എച്ച് 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 ടി എച്ച് ടി എച്ച് എച്ച് ടി 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 എച്ച് എച്ച് ടി എച്ച് ടി 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 എച്ച് ആൻഡ് ടി ടി ടി. ഇതിൽ 2 ഈവൻസ് നോക്കൂ നിങ്ങൾ. ആദ്യം ഞാൻ എ എഴുതുന്നു. വാട്ട് ഈസ് എ? എന്താണ് എ? 3 heads or 3 tails. അപ്പോൾ ഏതായിരിക്കും? ഇതാ 3 heads or 3 tails. ആകെ 2 ഓപ്ഷൻസേ ഉള്ളൂ അല്ലേ, എച്ച് 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 എന്നുള്ള ഒരു ഓപ്ഷൻ, പിന്നെ ടി ടി ടി. ഇതാണ് 3 heads or 3 tails. ഞാൻ ബി എഴുതുന്നു. വാട്ട് ഈസ് ബി? എന്താണ് ബി നോക്കൂ. അറ്റ്ലീസ്റ്റ് 2 heads. അറ്റ്ലീസ്റ്റ് 2 heads എന്ന് പറയുമ്പം 2ഓ 2ൽ കൂടുതലോ ഹെഡ്സ്. അപ്പോൾ 2 ഉള്ളത് എഴുതണം, 3 ഉള്ളത് എഴുതണം അല്ലേ. 2 ഉള്ളത് എഴുതണം, 3 ഉള്ളത് എഴുതണം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ 3 ഉള്ളതാണ് നിങ്ങൾ കാണുന്നത്, അതാ എഴുതി. ഈ 2 എണ്ണം വരുന്നത് ഇത് എഴുതണം. എച്ച് എച്ച് ടി. 2 ഉള്ളതൊക്കെ എഴുതണം. എച്ച് ടി എച്ച് എച്ച് ടി എച്ച്. ഇനി ഇതാ 2 എണ്ണം ഉള്ളതാ ടി എച്ച് എച്ച് ടി എച്ച് എച്ച്. 2ഓ 2ൽ കൂടുതലോ ഹെഡ് ഉള്ളത് കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു അല്ലേ. ഇനി ഇല്ലല്ലോ, ഇവിടെ ഒരു ഹെഡ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ എ ഇൻ്റർസെക്ഷൻ ബിയും കൂടെ നോട്ട് ചെയ്ത് വെക്കുകയാണ്. എ ഇൻ്റർസെക്ഷൻ ബി. നിങ്ങൾ പറയൂ, കോമൺ ആയിട്ട് ആരൊക്കെയുണ്ടതിൽ? യെസ്, എച്ച് 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 മാത്രം, ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. എച്ച് 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 എന്ന് പറഞ്ഞാൽ ഒരു എലമെൻ്റ് ആണ്, 1 element. ഇനി നമുക്ക് പ്രോബബിലിറ്റി എഴുതാം അല്ലേ. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ? പറയൂ നിങ്ങൾ ആൻസർ. എയിൽ എത്ര എലമെൻറ്റ്സാ? 1 2, ടോട്ടൽ 8. സോ ദ ആൻസർ ഈസ് 2/8. ക്ലിയർ? പ്രോബബിലിറ്റി ഓഫ് ബി പറയൂ. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ബി? 1 2 3 4. സോ ദ ആൻസർ ഈസ് 4/8. 8 എവിടെ നിന്നാണ് കിട്ടിയത്? എൻ ഓഫ് എസ് കണ്ടോ, ടോട്ടൽ എലമെൻറ്റ്സ് 8 അല്ലേ. നൗ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി? നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഞാൻ എഴുതുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നോക്കൂ. ഇതാ നോക്കൂ, എ ഇൻ്റർസെക്ഷൻ ബിയിലേക്കാണ് നോക്കേണ്ടത്. റിസൾട്ട് ഉപയോഗിക്കാനായിട്ടില്ല. ഇതാ എ ഇൻ്റർസെക്ഷൻ ബിയിൽ 1 element ആണുള്ളത്. സോ ദ ആൻസർ ഈസ് 1/8 എന്ന് എഴുതി. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എഫ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ പ്രോബബിലിറ്റി ഓഫ് ഇ അല്ലല്ലോ, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി അല്ലേ. നേരത്തെ ക്വസ്റ്റ്യൻ്റെ ഓർമ്മക്ക് എഴുതി പോയതാണോ? യെസ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആണ് നമ്മൾ നോക്കുന്നത്. രണ്ടും റെഡിയാണ്. ഇതാ പ്രോബബിലിറ്റി ഓഫ് എ 2/8 ഇൻറ്റു പി ഓഫ് ബി 4/8. നോക്കൂ ഇതിൻ്റെ ആൻസർ. ഇതാ ഈ 4 × 2 8, ഒരു 8 ക്യാൻസൽ ചെയ്തു, ബാക്കി 1/8. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു.
അപ്പോൾ നോക്കൂ രണ്ട് ആൻസറും പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയും സെപ്പറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസറും സെയിം അല്ലേ. ദെർഫോർ ഫ്രം 1 and 2 നേരത്തെ എഴുതിയതുപോലെ എഴുതാം. ഫ്രം 1 and 2 വാട്ട് വി ക്യാൻ സേ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. അതുകൊണ്ട് എന്ത് എഴുതാം? എ ആൻഡ് ബി ആർ യെസ് ഇൻഡിപെൻഡൻറ്റ്, എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് എന്ന് ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇൻഡിപെൻഡൻസ് തെളിയിക്കാൻ ആ ഇക്വേഷൻ ശരിയാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 3 പ്രോബബിലിറ്റി ആവശ്യമുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് ബി, പിന്നെ എ ഇൻ്റർസെക്ഷൻ ബി. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എഴുതുന്നു. അത് തന്നെയാണോ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If A and B are independent events, then prove that A dash and B are also independent. രണ്ട് ഈവൻസ് ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലെ, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? യെസ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്ന് പറഞ്ഞത്? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ്. അങ്ങനെയാണെങ്കിൽ എ ഡാഷും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് തെളിയിക്കാനുള്ള മാർഗം പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ബി ചെയ്താൽ, സെപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ തുടങ്ങണം. പ്രോബബിലിറ്റി ഓഫ്, ഇത് തന്നിട്ടുണ്ട് കേട്ടോ, ഇത് ഗിവൺ ആണ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഗിവൺ. നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ചെയ്താൽ എന്ത് ആൻസർ കിട്ടണം? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് എന്ന് കിട്ടണം. ഇതാ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചെയ്താൽ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ആണെങ്കിൽ ഇതും അങ്ങനെ കിട്ടണം. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം. നോ വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ബി? ഈ എ ഡാഷ് ബിയുടെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ വെൻ ഡയഗ്രത്തിൽ എ ഡാഷ് ബി നിങ്ങൾക്ക് പരിചയമുള്ളതാണ് കേട്ടോ. എ ഡാഷ് ബി എന്ന് പറയുന്ന ഏരിയ നോക്കൂ, ഇതാണ് എ എന്ന് വിചാരിച്ചോളൂ, ഇതാണ് ബി എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഏതാണ് എ? ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ഓക്കെ, എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എക്ക് പുറത്ത് ബിക്ക് അകത്ത് അല്ലേ? എക്ക് പുറത്ത്, എക്ക് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്ക് പുറത്ത് ബിക്ക് അകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം കിട്ടാൻ ഞാൻ എന്താ ചെയ്യുന്നത് നോക്കൂ, ഇങ്ങനെ ചെയ്താൽ മതി. ബി എന്ന് പറയുന്ന ഈ ഫുൾ റിങ് കണ്ടോ, ബി എന്നുള്ള റിങ്ങിൽ നിന്നും ഈ കോമൺ ഭാഗം മൈനസ് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ബി എന്നാൽ ബി എന്ന് പറഞ്ഞാൽ ഫുൾ കഴിഞ്ഞു. ഈ ഫുൾ റിങ്ങിൽ നിന്ന് മൈനസ് ഈ കോമൺ ഭാഗം മൈനസ് ചെയ്തു. പ്രോബബിലിറ്റി ഓഫ് കോമൺ എന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ചെയ്തു. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു, അതോടുകൂടി കഴിഞ്ഞു. പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് ഈ എ ഇൻ്റർസെക്ഷൻ ബി എ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാ തന്നിട്ടുണ്ടല്ലോ, ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് തന്നിരിക്കണം. ഓക്കെ, തന്നിട്ടുണ്ട്. now നമുക്ക് ഇതിൽ നിന്ന് പി ഓഫ് ബി കോമൺ ഫാക്ട് എടുക്കാം അല്ലേ? പി ഓഫ് ബി കോമൺ ഫാക്ട് എടുത്താൽ എന്ത് സംഭവിക്കും നോക്കൂ, ഇവിടെ 1 വരും അല്ലേ? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് വരും. ഇനി എന്താ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ്, പി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പി ഓഫ് എ ഡാഷ് എന്ന് പഠിച്ചു. ശരിയല്ലേ? ഇതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതാണ്. എങ്ങനെ തിരിച്ചെഴുതാം? ആദ്യം പി ഓഫ് എ ഡാഷ് എഴുതി, പിന്നീട് പി ഓഫ് ബി എഴുതി. രണ്ട് നമ്പേഴ്സ് അല്ലേ? ഇപ്പോൾ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. അതിപ്പോൾ എന്തിന് ഡെഫിനിഷനായി? ദെർഫോർ എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻസ്. ഇപ്പോൾ രണ്ട് സംഭവങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ആണ് തെളിയിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റർസെക്ഷൻ കണ്ടാൽ സെപ്പറേറ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, എ ഡാഷും ബിയും ആണ് നോക്കുന്നതെങ്കിൽ പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി പി ഓഫ് ഫസ്റ്റ് ഇൻറ്റു പി ഓഫ് സെക്കൻഡ് ആണോ നോക്കുക. ഇതുപോലെ വേറൊരു ഓപ്ഷൻസ് നിങ്ങൾ, രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ നോക്കുക. ഏതാണ് ഓപ്ഷൻ? എയും എ ആൻഡ് ബി ഡാഷ് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ആൻഡ് ബി ഡാഷ് ആർ ഓൾസോ ഇൻഡിപെൻഡൻ്റ് എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഓക്കെ, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് എഴുതിയെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. If A and B are independent events, then prove that A dash and B dash are also independent. അപ്പം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? യെസ്, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എ നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് എഴുതാം അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. കാരണം എന്താണ്? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു.
നമുക്ക് തെളിയിക്കേണ്ടത് എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡൻറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങണം? യെസ്, പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ചെയ്താൽ എന്ത് ആൻസർ കിട്ടണം? പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഡാഷ്. ഇത് ആൻസർ കിട്ടുന്നുണ്ട്. നോക്കൂ, ഞാൻ ആൻസർ ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഡാഷ് എന്ന ആൻസർ കിട്ടണം. ഇങ്ങനെ ഒരു ഇൻ്റർസെക്ഷൻ ചെയ്താൽ സെപ്പറേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആൻസർ ആണെങ്കിൽ ഇത് ഓക്കെ ആയി. നോക്കാം നമുക്ക്. ഇതിൽ നമ്മൾ ഡിമോർഗൻസ് ലോ ഉപയോഗിക്കുകയാണ്. എന്താ ഡിമോർഗൻസ് ലോ? പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദി ഹോൾ ഡാഷ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ദി ഹോൾ ഡാഷ്. ഇനി എ യൂണിയൻ ബി ദി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് ആണ്. 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. കോംപ്ലിമെൻ്റ് ഒഴിവാക്കാനുള്ള ടെക്നിക്ക് ഇതാണ്. ഇനി നമ്മൾ പഠിച്ച റിസൾട്ട് ഉണ്ട് അല്ലേ? എ യൂണിയൻ ബി നമുക്ക് അറിയാലോ. 1 മൈനസ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നു. ക്ലിയർ? ദിസ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്, മൈനസ് പി ഓഫ് ബി, അടുത്തത് പ്ലസ് ആണ്, പ്ലസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതി. കാരണം തന്നിട്ടുണ്ട്, കണ്ടോ, ഗിവൺ. ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാണ്. നന്നായി ശ്രദ്ധിക്കണം. പി ഓഫ് 1 മൈനസ് പി ഓഫ് എ നമുക്ക് പി ഓഫ് എ ഡാഷ് എന്ന് എഴുതാം, മൈനസ് ഇവിടുന്ന് പി ഓഫ് ബി കോമൺ ഫാക്ട് എടുക്കുന്നു. പി ഓഫ് ബി കോമൺ ഫാക്ട് എടുത്താൽ ബാക്കി ഉണ്ടാവുക നോക്കും. ഇവിടുന്ന് പി ഓഫ് ബി, പി ഓഫ് ബി അല്ലേ? പി ഓഫ് ബി പോകുന്ന ഇവിടെ 1 ഉണ്ടാവുക. പിന്നെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് പുറത്തേക്ക് വന്നുകൊണ്ട് മൈനസ് ഉണ്ടാവും. 1 മൈനസ് പി ഓഫ് എ എന്നായിരിക്കും. അഗെയിൻ ദിസ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷ് മൈനസ് പി ഓഫ് ബി ഇൻറ്റു 1 മൈനസ് പി ഓഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി ഓഫ് എ ഡാഷ് നമ്മൾ പഠിച്ചല്ലോ. വീണ്ടും ഇതിൽ പി ഓഫ് എ ഡാഷ് കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഞാൻ ആദ്യം എഴുതി വെച്ച് ഇത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആൻസറാണ് ഇവിടെ എഴുതി വെച്ചിട്ട് അതിലേക്ക് എത്തണം നമുക്ക്. യെസ്, പി ഓഫ് എ ഡാഷ് കോമൺ ഫാക്ടർ അല്ലേ? നോക്കൂ, ഇതിലും കോമൺ ഫാക്ടർ ഉണ്ടല്ലോ. പി ഓഫ് എ ഡാഷ് ഞാൻ കോമൺ ഫാക്ടർ എടുത്തു. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 1 ആയിരിക്കും, മൈനസ് ഇവിടുന്ന് പി ഓഫ് എ ഡാഷ് പോകുന്ന ബാക്കി പി ഓഫ് ബി ആയിരിക്കും. Now what is P of 1 minus P of B? This is equal to P of A dash into 1 minus P of B നമ്മൾ പഠിച്ചല്ലോ, P of B dash ആയിരിക്കും. ഇപ്പോൾ എന്താ കിട്ടിയത് നോക്കൂ. P of A dash intersection B dash ചെയ്തപ്പോൾ എന്ത് കിട്ടിയ ആൻസർ? P of first into P of second. അങ്ങനെ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? Therefore A dash and B dash are also independent. Just എഴുതി കൊടുത്താൽ മതി. Therefore A dash and B dash are also ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻ്റ് എന്ന് കാണിക്കാൻ നമ്മൾ ആദ്യം ഇൻ്റർസെക്ഷൻ കാണും, അത് സെപ്പറേറ്റ് ആണോ എന്ന് നോക്കും. ഓക്കെ, ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ എ യൂണിയൻ ബിയുടെ ഡെഫിനേഷൻ ആണ്, നമുക്ക് അറിയുന്നതാണ്. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതാണ്. 1 മൈനസ് പി എ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഡാഷ് എന്ന് എഴുതി. ഇവിടെ ഈ രണ്ട് ടേമിൽ ലാസ്റ്റ് 2 ടേംസിൽ നിന്ന് പി ഓഫ് ബി കോമൺ ഫാക്ടർ എടുത്തു. പി ഓഫ് ബി കോമൺ ഫാക്ടർ എടുത്താൽ ഇവിടെ 1 ആണ് വരിക. ഈ മൈനസ് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. പി ഓഫ് ബി ഇൻറ്റു 1 ഉണ്ടോ, മൈനസ് പി ഓഫ് ബി. പിന്നെ മൈനസ് മൈനസ് വരുമ്പോഴല്ലേ ഇവിടെ പ്ലസ് വരിക. മൈനസ് മൈനസ് കറക്റ്റ് അല്ലേ? ഈ മൈനസ് ആണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റെപ്പിലെ മൈനസ് നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഈ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന റിസൾട്ടുകൾ എയും ബിയും ഇൻഡിപെൻഡൻറ്റ് ഈവൻസ് ആണെങ്കിൽ എ ഡാഷും ബിയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, എയും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അതുപോലെ എ ഡാഷ് ബി ഡാഷ് ഈ എല്ലാ കോമ്പിനേഷനും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, then എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, എ ഡാഷ് ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, എ ആൻഡ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡൻറ്റ്, എ ഡാഷ് ആൻഡ് ബി ഡാഷ് ആർ ഇൻഡിപെൻഡൻറ്റ്. എല്ലാ കോമ്പിനേഷനും ഇൻഡിപെൻഡൻ്റ് ആവുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കും. അതായത് ഇതിനെ എഴുതിയതുപോലെ ഈ ഒരാൾക്ക് കോംപ്ലിമെൻറ്റ് വന്നാൽ എഴുതാം, രണ്ടാമത്തെ ആൾക്ക് മാത്രം കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം, 2 പേർക്കും കോംപ്ലിമെൻറ്റ് വന്നാലും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. കാരണം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എല്ലാ കോമ്പിനേഷനും ഇൻഡിപെൻഡൻ്റ് ആവും. ഇത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്, ഇതും തെളിയിച്ചു. ഇത് നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ബോക്സിലാക്കി വെക്കണം കേട്ടോ. ഈ റിസൾട്ട് ഒരു ഫ്രഷ് ആയിട്ടൊരു ബോക്സിലാക്കി വെക്കണം. നെക്സ്റ്റ്, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് then show that the probability of the occurrence of at least one of A and B is 1 minus probability of occurrence of none of the other.
അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി ഇവിടെ തന്നിട്ടുണ്ട്. പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ ഡാഷ് ബി ഡാഷ് എന്ന് തെളിയിക്കാനുള്ള ചോദ്യമാണ്. അപ്പോൾ എന്താ തെളിയിക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ആൻഡ് ബി ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ഓഫ് ദം. നൺ ഓഫ് ദം ആണ് ഇവിടെ പി ഓഫ് എ ഡാഷ് പി ഓഫ് ബി ഡാഷ് എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. എന്താണ് പി ഓഫ് എ യൂണിയൻ ബി എന്ന്? ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, പി ഓഫ് എസ് എ യൂണിയൻ ബി ഈക്വൽസ് നമുക്ക് എങ്ങനെ എഴുതാം? എസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതി. നമുക്ക് അറിയുന്ന റിസൾട്ടാണ് അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, കാരണം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതി. ഫസ്റ്റ് ആ റിസൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് ഇതിൽ നിന്ന് പി ഓഫ് ബി കോമൺ ഫാക്ടർ എടുക്കുകയാണ്. പി ഓഫ് ബി കോമൺ ഫാക്ടർ എടുത്താൽ ബാലൻസ് ഉണ്ടാവുക 1 മൈനസ് പി ഓഫ് എ എന്നായിരിക്കും. ശരിയല്ലേ? 1 മൈനസ് പി ഓഫ് എ. ദിസ് ഈസ് ഈക്വൽ ടു ഇനി ഞാൻ ഇതിനെ ഈ പി ഓഫ് എക്ക് പകരം 1 മൈനസ് പി ഓഫ് എ ഡാഷ് എന്ന് എഴുതി പ്ലസ് പി ഓഫ് ബി ഇൻറ്റു ഈ 1 മൈനസ് പി ഓഫ് എക്ക് പകരം എന്ത് എഴുതാം? പി ഓഫ് എ ഡാഷ് എന്ന് എഴുതി. പി ഓഫ് എ ഡാഷ് നോക്കൂ, ഇവിടെ 1 മൈനസ് എന്ന് ഞാൻ എഴുതി. 1 മൈനസ് തൊടാൻ പാടില്ല. ഇതിൽ രണ്ടിലും പി ഓഫ് എ ഡാഷ് കോമൺ ഫാക്ടറാണ്. പി ഓഫ് എ ഡാഷ് ഞാൻ കോമൺ ഫാക്ടർ എടുത്തു. ബാലൻസ് ഇവിടെ 1 ഉണ്ടായിരിക്കുക, പിന്നെ പ്ലസ് ആണ്. പക്ഷെ മൈനസ് പോന്നു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് കൊടുക്കണം, അപ്പോഴല്ലേ മൈനസ് മൈനസ് പ്ലസ് ആവും. പി ഓഫ് എ ഡാഷ് പോന്നാൽ ബാക്കി ഉണ്ടാവുക പി ഓഫ് ബി ആയിരിക്കും. ഓക്കെ, നോ വാട്ട് ഈസ് ദിസ്? 1 മൈനസ് പി ഓഫ് എ ഡാഷ് ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി എന്താണ്? പി ഓഫ് ബി ഡാഷ്. ആൻസർ ആയില്ലേ? നോക്കൂ, പി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഈസ് 1 മൈനസ് നൺ ഓഫ് ദം എന്നുള്ളതിൻ്റെ പ്രൂഫ് റെഡിയായി. ക്ലിയർ? സ്റ്റെപ്പ് ശ്രദ്ധിച്ചെഴുതുക. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൈനസിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവണം. ഇവിടെ മൈനസ് ഇൻറ്റു 1 മൈനസ്, ഇവിടെ മൈനസ് മൈനസ് പ്ലസ് കറക്റ്റ് ആയിരിക്കും. മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കറക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. If A and B are independent events such that P of A is equal to 0.3, P of B is equal to 0.4, then find. 3 questions ആണുള്ളത്. ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നോക്കൂ, പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഒന്നാമത്തെ ചോദ്യം. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഫോർമുല എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. വളരെ സിമ്പിളാണ് ഇൻഡിപെൻഡൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ 0.3 അല്ലേ. 0.3 ഇൻറ്റു 0.4. ആൻസർ എന്ത് കിട്ടി? 0.12 എന്നാണ് ആൻസർ. കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 2, പി ഓഫ് എ യൂണിയൻ ബി ആണ് ചോദ്യം. എങ്ങനെ എഴുതാം? പി ഓഫ് എ യൂണിയൻ ബി. പറയൂ, ഫോർമുല പറയൂ. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ ആ റിസൾട്ട് ഉപയോഗിച്ചു ഇൻഡിപെൻഡൻസിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് അപ്ലൈ ചെയ്യാം. പി ഓഫ് എ തന്നിട്ടുണ്ട് 0.3 പ്ലസ് പി ഓഫ് ബി 0.4 മൈനസ് 0.3 ഇൻറ്റു 0.4. ഓക്കെ, അതിവിടെ ഓൾറെഡി ഉണ്ട് ആൻസർ, കണ്ടില്ലേ? അപ്പോൾ 0.3 0.7 മൈനസ് 0.12 അല്ലേ. സാധാരണ അഡീഷൻ തന്നെയാണ്, നമുക്കറിയാം. 0.58 അല്ലേ. 70 12 58 അല്ലേ. 0.58 എന്ന ആൻസർ ലഭിക്കും. ഇനി അതിലൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്, മൂന്നാമത്തെ അല്ലേ. മൂന്നാമത്തെ നമ്മുടെ പഴയ സെക്ഷനുമായി ചെറിയ ബന്ധമുള്ളൊരു ചോദ്യമാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലേ. അതിനൊരു ഫോർമുല ഉണ്ടായിരുന്നല്ലോ, പി ഓഫ് എ ബാർ ബി. നമ്മൾ പഠിച്ചിട്ടില്ലേ പി ഓഫ് എ ബാർ ബി? എന്തായിരുന്നു പി ഓഫ് എ ബാർ ബി? യെസ്, പറയൂ. പി ഓഫ് എ ബാർ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് യെസ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. മറന്നിട്ടില്ലല്ലോ ഉണ്ടോ? ബാർ ബി വന്നാൽ ഇവിടെ ബി ആയിരിക്കും. രണ്ടും നമ്മുടെ കയ്യിൽ റെഡിയാണ്. എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ ഉണ്ടല്ലോ. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി 0.12 ഓൾറെഡി അവിടെ നമ്മളെ കയ്യിലുണ്ട്. ഡിവൈഡഡ് ബൈ
പി ഓഫ് ബി ഉണ്ട് ഇവിടെ 0.4 അല്ലേ. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 0.12 ഡിവൈഡ് ബൈ 0.4 0.3 ആയിരിക്കും. ശരിയല്ലേ? 0.3. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഡെഫിനിഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൃത്യമാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. Given two independent events A and B such that point P of A 0.3, P of B 0.6, find P of ഇതൊക്കെ വേർഡ്സിലാണ് തന്നിരിക്കുന്നത്. P of A and B. അപ്പോൾ നമുക്കെല്ലാം മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റിയിട്ട് എഴുതാം. ഓക്കെ, ആദ്യം ഞാനിവിടെ P of A ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാണ്. P of A തന്നിട്ടുണ്ട് 0.3 അല്ലേ. P of B തന്നിട്ടുണ്ട് 0.6. രണ്ട് കാര്യങ്ങളൂടെ നോട്ട് ചെയ്ത് വെക്കുക. P of A ഡാഷ് നോട്ട് ചെയ്ത് വെക്കുക. P of A ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് P of A ആണ് എന്ന് പറഞ്ഞാൽ 0.7 ആയിരിക്കും. ഓക്കെ, അതുപോലെ P of B ഡാഷ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നു. B ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് P of B. 1ൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി അല്ലേ, 0.4 എന്ന് ലഭിക്കും. ഈ 4 നമ്പേഴ്സ് നമുക്ക് ആവശ്യമുണ്ടാവും. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ P of A ആൻഡ് B ആണ്. P of A ആൻഡ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of A ആൻഡ് B എന്ന് പറഞ്ഞാൽ P of A ഇന്റർസെക്ഷൻ B ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു P of A ഇൻറ്റു P of B ആണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ P of A 0.3 ആണ്. 0.3 ഇൻറ്റു 0.6. സോ ദ ആൻസർ ഈസ് 0.18 എന്നാണ് ആൻസർ. ഓക്കെ, അപ്പോൾ A ആൻഡ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ആണ്. A ആൻഡ് B എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ആണെന്ന് മനസ്സിലാക്കിക്കുക. ഓക്കെ, രണ്ടാമത്തത് B. A ആൻഡ് നോട്ട് B അല്ലേ. A ആൻഡ് നോട്ട് B എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B ഡാഷ് ആണ്. നോട്ട് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് ആണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എയും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഡാഷ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. P of A 0.3 ഇവിടെ വാല്യൂസ് എല്ലാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ബി ഡാഷ് 0.4 എല്ലാം റെഡിയാണ്. സോ ദ ആൻസർ ഈസ് 0.12. കഴിഞ്ഞല്ലോ. അഗെയിൻ C, ക്വസ്റ്റ്യൻ നമ്പർ C നോക്കൂ. P of A or B ആണ്. എന്താ A or B നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. P of A യൂണിയൻ B ആണ് അല്ലേ. A or B എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ആണ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? A യൂണിയൻ ബിൻ്റെ വാല്യൂ നമുക്കറിയാലോ. P of A പ്ലസ് P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B. ദാറ്റ് ഈസ് ഈക്വൽ ടു P of A 0.3 പ്ലസ് 0.6 മൈനസ് P of A ഇൻ്റർസെക്ഷൻ B ഇവിടെ ഡയറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് 0.18. ഓൾറെഡി ഉള്ള ആൻസർ ആയതുകൊണ്ട് എഴുതിയതാണ് കേട്ടോ. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.9 മൈനസ് 0.18. അപ്പോൾ എന്തായിരിക്കും ആൻസർ? 0.9 മൈനസ് 0.18 സാധാരണ സബ്ട്രാക്ഷൻ നടത്തിയാൽ മതി 72 കിട്ടും അല്ലേ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നെയ്തർ നോർ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം ആ വേർഡിങ്സ്. നെയ്തർ എ നോർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് നെയ്തർ എ എന്ന് പറഞ്ഞാൽ എ ഇല്ല, നോർ എന്ന് പറഞ്ഞാൽ ബി ഇല്ല. അപ്പം നെയ്തർ നോർ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. P of A ഡാഷ് ഇൻ്റർസെക്ഷൻ B ഡാഷ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡിമോർഗൻസ് ലോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോബബിലിറ്റി ഓഫ് A ഡാഷ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് B ഡാഷ് നമുക്ക് എഴുതാം. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ A ഡാഷും B ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണ്. സോ A ഡാഷിൻ്റെ ആൻസർ ഇവിടെ ഉണ്ടല്ലോ 0.7 ഇൻറ്റു P of B ഡാഷിൻ്റെ ആൻസർ 0.4. സോ ദ ആൻസർ ഈസ് 0.28 എന്നാണ് ഇതിൻ്റെ ആൻസർ. ശരിയല്ലേ? ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലാക്കി വെക്കുക. A ആൻഡ് B എന്ന് പറഞ്ഞാൽ A ഇൻ്റർസെക്ഷൻ B, A നോട്ട് B എന്ന് പറഞ്ഞാൽ A ഇൻ്റർസെക്ഷൻ B ഡാഷ്, A ഓർ B എന്ന് പറഞ്ഞാൽ A യൂണിയൻ B, നെയ്തർ A നോർ B പ്രത്യേകം ശ്രദ്ധിക്കണം, A ഡാഷ് ഇൻ്റർസെക്ഷൻ B ഡാഷ്. ഇത് ഡിമോർഗൻസ് ലോ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിമോർഗൻസ് ലോ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. P of A യൂണിയൻ B ദി ഹോൾ ഡാഷ് 1 മൈനസ് P of A യൂണിയൻ B. ഇതാ 1 മൈനസ് ഇത് ചെയ്താൽ ആൻസർ കിട്ടും. 1 മൈനസ് P of A യൂണിയൻ B ചെയ്താൽ ഈ രണ്ട് ആൻസറും സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. The probability of solving a specific problem independently by A and B are 1/2 and 1/3. Find the probability that the problem is solved exactly one of them solved. Very important question ആണ്. പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യം കേട്ടോ. നന്നായി ശ്രദ്ധിക്കുക. ചോദ്യം എഴുതിയല്ലോ. അത് ഞാൻ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് എ 1/2 എന്ന് പറഞ്ഞിട്ടുണ്ട്.
പ്രോബബിലിറ്റി ഓഫ് ബി പറഞ്ഞിട്ടുണ്ട് എന്താണ് 1/3. രണ്ടാളും പ്രോബ്ലം ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരെങ്കിലും ഒരാൾ പ്രോബ്ലം ചെയ്തു എന്നാണ് അല്ലേ. പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പ്രോബ്ലം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ആണ്. ഒന്നെങ്കിൽ എ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബി, അല്ലെങ്കിൽ രണ്ടാളും. അതാണല്ലോ യൂണിയൻ. സോ ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, പ്രോബബിലിറ്റി ഓഫ് എ. മനസ്സിലാക്കി വെക്കുക, പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എ യൂണിയൻ ബി ആണ്. ഇനി നിങ്ങൾക്ക് ചെയ്യാലോ, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പിന്നെ ഇൻഡിപെൻഡൻ്റ്ലി ആണ് സോൾവ് ചെയ്യുന്നത് അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഹാഫ് ആണ്, യെസ്. പി ഓഫ് ബി 1/3 ആണ്, മൈനസ് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/3. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതണം. ഇവിടെ 1/2 ആണ്, 3 ആണ്, 6 ആണ് അല്ലേ. നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ 6 എന്ന് എഴുതാണെങ്കിൽ ഒറ്റയടിക്ക് 6 എന്ന് എഴുതി ഇവിടെ 2ക്ക് പകരം 3, അപ്പോൾ ഇവിടെ 3 എന്ന് എഴുതണം. പ്ലസ് ഇവിടെ 3 ആണ് അല്ലേ, ഇപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2/6 ആണ് 1/3, 3/6 ആണ് 1/2, മൈനസ് ഇവിടെ 6 ആണ്, ഇവിടെയും 6 ആണ്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, 1 എഴുതിയാൽ. അപ്പോൾ 3 ആൻസർ യെസ്. 3 + 2 5 - 1 4/6 ആണ് ഇതിൻ്റെ ആൻസർ. 4/6 ഈസ് നത്തിങ് ബട്ട് യെസ് 2/3 എന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ. അപ്പോൾ പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ പ്രശ്നത്തിൻ്റെ ആൻസർ വളരെ എളുപ്പമാണ്. ഇനി ബി, ക്വസ്റ്റ്യൻ നമ്പർ ബി ആണ് നമ്മൾ ചെയ്യുന്നത്. എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദി പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എ ചെയ്യുമ്പം ബി ചെയ്യൂല, അല്ലെങ്കിൽ എ ചെയ്യാത്തപ്പം ബി ചെയ്യും, ഏതെങ്കിലും ഒരാൾ ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ്, നോക്കൂ നിങ്ങൾ, എ ചെയ്തു അന്നേരം ബി ചെയ്യരുത് അല്ലേ, അപ്പോൾ എ ആൻഡ് ബി ഡാഷ് എന്നാണ് എഴുതുന്നത്. അല്ലെങ്കിലോ പ്രോബബിലിറ്റി ഓഫ് എ ചെയ്തിട്ടുണ്ടാവില്ല, അന്നേരം ആര് ചെയ്യണം? ബി ചെയ്യണം. അപ്പോൾ ഓർ വന്നാൽ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ്. ഓർ എന്ന് വന്നാൽ നമുക്ക് പ്ലസ് ഇടാം, പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, ഒന്നുകിൽ എ ചെയ്യും അപ്പോൾ ബി ചെയ്യില്ല, അല്ലെങ്കിൽ എ ചെയ്യാത്തപ്പോൾ ബി ചെയ്തിട്ടുണ്ടാവും. അതാണ് എക്സാക്ട്ലി വൺ. ഈ രണ്ട് കേസിലും ഒരാൾ മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, എക്സാക്ട്ലി വൺ. ഇവിടെ എ ആണ് ചെയ്തത്, ഇവിടെ ബി ആണ് ചെയ്തത്. പി ഓഫ് എ ഇവിടെ ഉണ്ടല്ലോ, നമ്മളടുത്ത് അവൈലബിൾ ആണ്. വാട്ട് ഈസ് പി ഓഫ് എ? 1/2. പി ഓഫ് ബി ഡാഷ്, പി ഓഫ് ബി 1/3 ആണെങ്കിൽ പി ഓഫ് ബി ഡാഷ് 2/3 ആയിരിക്കും. 1 മൈനസ് ചെയ്താൽ കിട്ടും. ഓക്കെ, പ്ലസ് അഗെയിൻ പി ഓഫ് എ ഡാഷോ, പി ഓഫ് എ ഹാഫ് ആണെങ്കിൽ പി ഓഫ് എ ഡാഷും ഹാഫ് ആയിരിക്കും. 1 എന്ന് മൈനസ് ചെയ്താൽ കിട്ടും. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/3 തന്നിട്ടുണ്ട്. സോ ദിസ് ആൻസർ ഈസ്, നോക്കൂ നിങ്ങളിത് ക്യാൻസൽ ചെയ്യാതെ ഞാൻ ഇങ്ങനെ എഴുതാണ്, 2/6 എന്ന് നേരിട്ട് എഴുതാണ്, പ്ലസ് 1/6. അഡീഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് 3/6. 3/6 ഈസ് വാട്ട്? നത്തിങ് ബട്ട് 1/2 എന്ന് ആൻസർ ലഭിക്കും. എക്സാക്ട്ലി വൺ സോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ ചെയ്തു അന്നേരം ബി ചെയ്യരുത്, അപ്പോൾ ഇൻ്റർസെക്ഷനാണ്. അല്ലെങ്കിൽ എ ചെയ്തിട്ടില്ല അപ്പോൾ ബി ചെയ്യണം. അതാണ് എക്സാക്ട്ലി വൺ സോൾസ് ദി പ്രോബ്ലം. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. 2 balls are drawn at random with replacement from a box containing 10 black and 8 red balls. Find the probability that both are red, first ball and second ball. അല്ലേ, നമുക്ക് നോക്കാം. ഇവിടെ ഒരു ബോക്സിൽ നോക്കൂ നിങ്ങൾ, 10 ബ്ലാക്ക് അല്ലേ, 10 ബ്ലാക്ക് 8 റെഡ്, ഇപ്പോൾ ടോട്ടൽ 18 ആണ്. വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നന്നായി ശ്രദ്ധിക്കണം. വിത്ത് റീപ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് ഇത് ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആണ് അല്ലേ, ഒരാൾക്കും ഒരാളെയും ഡിപ്പെൻഡൻസി ഇല്ല. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ബോത്ത് ആർ റെഡ്, പ്രോബബിലിറ്റി ഓഫ് റെഡ് ആൻഡ് റെഡ് ആണ് ചെയ്യുന്നത്. റെഡ് ആൻഡ് റെഡ് എന്നുള്ളത് ഞാൻ തൽക്കാലം ഇങ്ങനെ എഴുതാണ്, നമുക്ക് ഇങ്ങനെ എഴുതാനുള്ള പെർമിഷൻ ഉണ്ട്. റെഡ് ആൻഡ് റെഡ് ഒന്ന് പറഞ്ഞു നോക്കൂ ആൻസർ. ആദ്യത്തെ റെഡിൻ്റെ പ്രോബബിലിറ്റി ഇവിടെ 8 റെഡാണുള്ളത് അല്ലേ, 8/18 ശരിയല്ലേ, ഇൻറ്റു വീണ്ടും റെഡ്. പക്ഷേ ഇത് തിരിച്ചു വെച്ചിട്ടുണ്ട്, തിരിച്ചു വെച്ചത് കൊണ്ട് ഈ ബോക്സ് പഴയ സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ വീണ്ടും ഇതിൽ 8 റെഡ് ഉണ്ട് അല്ലേ, ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും? 18 ഉണ്ടായിരിക്കും. സോ ദ ആൻസർ ഈസ് 8/18 ഇൻറ്റു 8/18 തന്നെയാണ് ആൻസർ. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? ഇതിനെ 4
ബൈ 9 4/9 ഒക്കെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? പറയൂ, ആൻസർ പറയൂ. ഇത് നമുക്ക് 4/9 ഇൻറ്റു 4/9 എന്ന് എഴുതാമല്ലോ. സോ ദ ആൻസർ ഈസ് 16/81 എന്ന് കിട്ടും അല്ലേ? 16/81. ഇതൊക്കെ എല്ലാവർക്കും ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ബി നോക്കൂ. ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ്. അപ്പോൾ എന്താണ് ചോദ്യം? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ് എന്നാൽ ബി ആർ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ആർ എന്ന് എഴുതാമല്ലോ. അങ്ങനെയല്ലേ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് എത്രയാണ് നോക്കൂ. 10 ബ്ലാക്ക് ആണുള്ളത്. 10/18 ഇൻറ്റു വീണ്ടും റെഡ് ആണ് അടുത്തത് അല്ലേ? ഇപ്പം പക്ഷേ ഈ ബോൾ തിരിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഴയ സിറ്റുവേഷൻ തന്നെയാണ്. 8 റെഡ് ഉണ്ടായിരിക്കും. ടോട്ടൽ എത്രയായിരിക്കും? 18. ഒരു വ്യത്യാസവും ഇല്ല. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും ആൻസർ? ഇതാ ഈ 10 5/9 4/9 എഴുതാം. 5/9 4/9 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 20/81. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 20/81 തന്നെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിൽ ബാക്കിയുണ്ട്. ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ? വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് അതർ ഈസ് റെഡ് എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഈസ് ബ്ലാക്ക് സെക്കൻഡ് ഈസ് റെഡ് എന്നല്ല, അതിവിടെ ചെയ്ത് കഴിഞ്ഞു. വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് ആൻഡ് ദ അതർ ഈസ് റെഡ് എന്ന് പറയുമ്പോൾ രണ്ട് ചാൻസ് ഉണ്ട്. നോക്കൂ, പ്രോബബിലിറ്റി ഓഫ് വൺ ഓഫ് ദം ബ്ലാക്ക് എന്നല്ലേ പറഞ്ഞത്. ബ്ലാക്ക് റെഡ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം? അല്ലെങ്കിൽ ഫസ്റ്റ് റെഡ് വരാമല്ലോ, റെഡ് പിന്നെ ബ്ലാക്ക് വരാം. ഓക്കെ, ഇത് ബി ആൻഡ് ആർ എന്ന് പറഞ്ഞാൽ ബി ഇൻ്റർസെക്ഷൻ ആണ് കേട്ടോ. ബി ഇൻ്റർസെക്ഷൻ നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ആൻഡ് റെഡ് അല്ലെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക്. ഫസ്റ്റ് എന്ന് പറഞ്ഞില്ല, വൺ ഓഫ് ദം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലാക്ക് സെക്കൻഡ് റെഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് റെഡ് സെക്കൻഡ് ബ്ലാക്ക്. അങ്ങനെ രണ്ട് കേസുകൾ ഉണ്ടായിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക്. നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് എന്താണ്? 10/18 ആണല്ലോ. ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് റെഡ്, യെസ് 8/18 ആണ് അല്ലേ? ഓർ വന്നാൽ പ്ലസ് ഇടും. റെഡിൻ്റെത് വീണ്ടും 8/18 ആണ്. ബ്ലാക്കിൻ്റെത് യെസ് 10/18 ആണ്. ഇത് രണ്ടും ഒരേ നമ്പർ തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇവാലുവേറ്റ് ചെയ്താൽ മതി. 10/18 ഇൻറ്റു 8/18 ഇത് ഇത്ര 5/9 അല്ലേ? ഇത് 5/9 ഇൻറ്റു 4/9 സെയിം ആണ് അല്ലേ? സെയിം ആയതുകൊണ്ട് ഞാൻ ഇൻറ്റു 2 എന്ന് എഴുതിയാൽ പോലെ 2 ടൈംസ് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഉണ്ടായിരിക്കും? 5 4 22 40 40/81 എന്ന് ആൻസർ ലഭിക്കും. ക്ലിയർ ആണല്ലോ? ഇത് രണ്ടും ഒരേ നമ്പറാണ് കണ്ടോ, അതുകൊണ്ടാണ് 2 ടൈംസ് എന്ന് എഴുതിയത്. ഒന്ന് ചെയ്തു 2 ടൈംസ്. ക്ലിയർ? 40/81. ഇപ്പോൾ ഇവിടെ വൺ ഓഫ് ദം ഈസ് ബ്ലാക്ക് അതർ ഈസ് റെഡ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഫസ്റ്റ് ബ്ലാക്ക് പിന്നെ റെഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് റെഡ് സെക്കൻഡ്. ഓക്കെ, ഫസ്റ്റ് ബ്ലാക്ക് സെക്കൻഡ് റെഡ് ഇവിടെ വേറെ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഫസ്റ്റ് ബ്ലാക്ക് സെക്കൻഡ് റെഡ്. അപ്പോൾ ഈ ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ. 20/81. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ആൻസർ എഴുതാം. ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഈ ആൻസർ കണ്ടോ. ഇതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും ഈ ആൻസർ, കാരണം രണ്ട് കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയേ ഉള്ളൂ ഇൻഡിപെൻഡൻറ്റ് ഈവൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ സെഷൻസും നമ്മൾ ഇതോടുകൂടി ഡിസ്കഷൻ കഴിഞ്ഞു. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വൺ ആൻഡ് ഓൾ.